വൈക്കം സത്യാഗ്രഹം. സത്യാഗ്രഹത്തിന്റെ തുടക്കവും ലക്ഷ്യവും. 1924 മാർച്ച് 30 കോട്ടയത്തുള്ള വൈക്കം ക്ഷേത്ര റോഡിൽ വെച്ച് ഈ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തുകളിലൂടെ നടക്കാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നതായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ തുടക്കം കുറിക്കുന്നത് 1923 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനാട സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയിൽ നിന്നും അയിത്തം ഇല്ലാതാക്കാൻ പ്രവർത്തിക്കണമെന്ന് ഒരു പ്രമേയം പാസാക്കി. ടി.കെ. മാധവന്റെ മുൻകൈയിലാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. നേതാക്കളും പങ്കെടുത്ത പ്രമുഖരും. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ടി.കെ. മാധവനും കെ.പി. കേശവമേനോനുമായിരുന്നു. ഇവരെ കൂടാതെ സി.വി. കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരും മറ്റു പ്രധാന നേതാക്കളായിരുന്നു. ഈ പ്രാദേശിക സമരത്തിന് ദേശീയ തലത്തിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചു. മഹാത്മാഗാന്ധിയും ഇ.വി. രാമസ്വാമി നായിക്കരും സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കാൻ നേരിട്ട് വൈക്കത്തെത്തി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മഹാത്മാഗാന്ധി 1925 തന്റെ രണ്ടാമത്തെ കേരള സന്ദർശനം നടത്തിയത്. സത്യാഗ്രഹത്തിന്റെ പ്രത്യേകതകൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായ ഇ.വി. രാമസ്വാമി നായിക്കർ പെരിയാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ഒരു ജാഥ നയിക്കുകയുണ്ടായി. വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് 1925 നടന്ന കാഞ്ചീപുരം കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് മദ്രാസ് പ്രസിഡൻസി കോൺഗ്രസ് അദ്ദേഹത്തെ വൈക്കം വീരൻ എന്ന് വിശേഷിപ്പിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ വൈക്കത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട 3 വാളണ്ടിയർമാരായിരുന്നു കുഞ്ഞാപ്പി പുലയ വിഭാഗം, ബാഹുലേയൻ ഈഴവ വിഭാഗം, വെണ്ണിയപ്പിൽ ഗോവിന്ദ പണിക്കർ നായർ വിഭാഗം എന്നിവരായിരുന്നു അവർ. സത്യാഗ്രഹത്തിന്റെ അവസാനം. വളരെ ദീർഘമേറിയ ഒരു സമരമായിരുന്നു ഇത്. ആകെ 603 ദിവസങ്ങളാണ് സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഒടുവിൽ 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം ഔദ്യോഗികമായി അവസാനിച്ചു.